സുഡാനിൽ നിയന്ത്രണാതീതമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം എല്ലാ അതിരുകളും ലംഘിക്കുന്നതായും ലോകത്തെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. 2 വർഷമായി തുടരുന്ന യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും ഖത്തറിൽ നടക്കുന്ന യുഎൻ ഉച്ചകോടിയിൽ ഗുട്ടറസ് പറഞ്ഞു. വംശീയ കൂട്ടക്കൊലയും മാനഭംഗവും തുടരുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ ജനം പട്ടിണി മരണം നേരിടുന്നു. ആയിരക്കണക്കിന് നാളുകൾ പലായന വഴിയിലാണ്. അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എൽ ഫഷാർ നഗരം പിടിച്ചെടുത്തതോടെയാണ് 2023 മുതൽ സുഡാൻ സേനയുമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം വഷളായത്. 41,000-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. ഇതേസമയം RSF കഴിഞ്ഞയാഴ്ച തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ ഇന്ത്യൻ പൗരൻ ആദർശിനെ മോചിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് ഒഡീഷയിലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സുഡാനിൽ ഒരു പ്ലാസ്റ്റിക് ഫാക്ടറി ജീവനക്കാരായിരുന്നു അദ്ദേഹം. 8 ദിവസമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു.